ശബരിമലയിൽ നിന്ന് വിഗ്രഹം കടത്തിയെന്ന ആരോപണത്തിൽ ഡി മണിയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ചോദ്യം ചെയ്യൽ 10 മണിക്കൂർ നീണ്ടു. മണിയുടെ സുഹൃത്ത് ബാലമുരുകന്റെയും കൂട്ടാളി ശ്രീകൃഷ്ണന്റെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. സിജോ വി ജോൺ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. സിജോ, ഇതൊരു രാജ്യാന്തര വിഗ്രഹക്കടത്താണോ എന്നുള്ള ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കണമെങ്കിൽ അതിൽ ഡി മണിയുടെ മറുപടി അതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ചോദ്യങ്ങളോടൊന്നും അദ്ദേഹം സഹകരിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായി? നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചോ? ഈ ശബരിമലയിലെ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം ഡി മണിയും അതോടൊപ്പം തന്നെ ബാലമുരുകനും ശ്രീകൃഷ്ണനെയും വിട്ടയച്ചിട്ടുണ്ട്. ഇവരുടെ മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. ദിണ്ടിഗലിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വെച്ച് ആവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകുകയും ചെയ്യും. ഈ വിഗ്രഹക്കടത്തിൽ പങ്കില്ല എന്നുള്ളത് തന്നെയാണ് മണി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇനി മറ്റു തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം വൈകാതെ തന്നെ കടക്കുകയും ചെയ്യും. ഈ മൊഴി വിശദമായി പരിശോധിക്കും. അതിനുശേഷം ഈ പ്രവാസി വ്യവസായിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളും ഈ പ്രവാസി വ്യവസായിയോട് ചോദിച്ച് അതിൽ കൂടുതൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. എന്തായാലും പ്രവാസി വ്യവസായി പറഞ്ഞിരുന്നത് നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്ന ഈ ഡി മണി തന്നെയാണ് ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. അത് ശബരിമലയിലെ ഒരു ഉന്നതന്റെ സഹായത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കച്ചവടം നടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡി മണി തിരുവനന്തപുരത്ത് എത്തിയതിനെ സംബന്ധിച്ച ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അത് എന്തെങ്കിലും തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും പൂർണ്ണമായും ഇയാൾക്ക് ഇതിനെക്കുറിച്ച് പങ്കില്ല എന്നുള്ള ഒരു കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി അവർ അത് വിശ്വാസത്തിലെടുക്കുന്നില്ല. എന്തായാലും കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ SIT ഉള്ളത്. പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ നിന്നുമൊക്കെയാണ് ഡിണ്ടിഗൽ മണിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. തനിക്ക് ഈ ഒരു വിഷയത്തിൽ പങ്കില്ല എന്നാണ് ഡി മണി ആവർത്തിക്കുന്നത്. പക്ഷേ മൊഴി അത് വീണ്ടും ഒരു വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിനൊപ്പം പ്രവാസി വ്യവസായിയുടെ മൊഴിയും ഇനി വീണ്ടും രേഖപ്പെടുത്തും.